പറഞ്ഞതായിരുന്നു. ഇനി സംസാരിക്കരുത് കേട്ടാ, സംസാരിക്കരുത്. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോ വേറെ ശ്രദ്ധിച്ചേ. തെർമോ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പഠിച്ചത്? തെർമോ മീൻസ് തെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് അല്ലെ? തെർമോ മീൻസ് ഹീറ്റ്. ആൻഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഡൈനാമിക്സ് എന്തിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതായിരുന്നു ഡൈനാമിക്സ് എന്ന് പറഞ്ഞത്? ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയായിരുന്നു? മോഷനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ പഠിക്കുക? തെർമോ മീൻസ് ഹീറ്റ് ആൻഡ് ഡൈനാമിക്സ് മീൻസ് മോഷൻ. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ടുള്ളതിനായിരിക്കും? ഹീറ്റിന്റെ ഫ്ലോ, ഹീറ്റ് മോഷൻ ഓർ ഹീറ്റ് ഫ്ലോ എന്ന് നമുക്ക് പറയാം. ഹീറ്റ് ഫ്ലോനെ പറ്റി പഠിക്കുന്ന ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എഴുതിക്കോ. തെർമോഡൈനാമിക്സ് ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. തെർമോഡൈനാമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. Thermodynamics is the branch of physics. Thermodynamics is the branch of physics which deals with the study of heat, temperature and interconversion of. Thermodynamics is the branch of physics which deals with the study of heat, temperature and interconversion of heat energy into other forms of energy. Interconversion of heat energy into other form of energy. ഒന്നുകൂടെ എഴുതിക്കോ. Thermodynamics is the branch of physics. ഇതൊരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. Thermodynamics, interconversion of heat energy into other form of energy. Thermodynamics is the branch of physics which deals with the study of heat, temperature and interconversion of heat energy into other form of energy. ഇനി കുറച്ച് ടേംസ് നമുക്ക് അറിയാവുന്ന ടേംസ് തന്നെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. തെർമോഡൈനാമിക്സിൽ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് കെമിസ്ട്രിയിൽ പഠിച്ചുകൊണ്ട് അറിയാൻ പറ്റും. വാട്ട് ഇസ് സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്, അതുപോലെ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്താണ്, ഇന്റേണൽ എനർജി എന്താണ്, ഹീറ്റ് എന്താണ്, വർക്ക് എന്താണ്, സ്പെസിഫിക് ഹീറ്റ് എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അതുകൂടെ ഒന്ന് ജസ്റ്റ് എഴുതി പോയിക്കോ, ഓർമ്മ കിട്ടാൻ വേണ്ടി പറയുന്നേ ഉള്ളു. അപ്പൊ അടുത്ത് എഴുതിക്കോ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും? എന്താ നമ്മൾ കെമിസ്ട്രിയുടെ ഇതിൽ വെച്ച് പാർട്ടിക്കിൾസ് അല്ലെ? പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? പാർട്ടിക്കിൾസ് ആറ്റം ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. അപ്പൊ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. എഴുതിക്കോ. സിസ്റ്റം കൺസിസ്റ്റ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് at particular temperature. System consists of large number of atoms or molecules at particular temperature, pressure, volume. Particular temperature, pressure, volume. ആൻഡ് സിസ്റ്റം മേ എക്സിസ്റ്റ് ഇൻ. സിസ്റ്റം ഏതൊക്കെ ഫോംസിലാകാം? നമുക്കൊരു സിസ്റ്റം എന്ന് പറയുമ്പോൾ സിസ്റ്റം ഏത് ഫോംസിൽ നമുക്ക് പറയാം? ഏതൊക്കെ ഫോംസിൽ പറയാൻ പറ്റും? പെട്ടെന്ന് ഞാൻ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഏത് വേണേലും ആലോചിക്കാം. ഏതൊക്കെ ഫോം ആവും? ഒരു സോളിഡിനെ എനിക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഒരു സിസ്റ്റം ആയിട്ട് പറയാൻ പറ്റില്ലേ? ഇപ്പൊ നമ്മളൊരു ലിക്വിഡ് ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും എനിക്ക് എന്തായിട്ട് പറയാൻ പറ്റും? സിസ്റ്റം. ഇനി ഗ്യാസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന കൺസെപ്റ്റ് ഓക്കെ അല്ലേ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഡിഫൈൻ ചെയ്യുക? സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. അപ്പൊ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ, വോളിയത്തിലുള്ള ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സിസ്റ്റം എന്ന് പറയാം. അപ്പൊ സിസ്റ്റം ഏതൊക്കെ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും? നമുക്ക് ഏത് ഫോംസ് വേണമെങ്കിലും സിസ്റ്റത്തിനെ പറയാം. ഒരു സോളിഡിനെ നമുക്ക് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം, ലിക്വിഡിനെ കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ എന്തിനെയും കൺസിഡർ ചെയ്യാം? ഗ്യാസിനെയും കൺസിഡർ ചെയ്യാം. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. സിസ്റ്റം മേ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ ഇത് ഈ ചാപ്റ്റർ എടുക്കണ അനുസരിച്ച് തന്നെ അങ്ങ് പഠിച്ചു പോയേക്കണേ. പ്രത്യേകിച്ച് ഒന്നുമില്ല, തിയറിയാ. മറ്റേ ചാപ്റ്ററിന്റെ അത്രയും പോലും ഇല്ല. ചെറിയ ഡെറിവേഷൻ ഉണ്ട്, എന്നാലും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്.
ഇനി അടുത്ത എഴുതിക്കോ, സിസ്റ്റം പറഞ്ഞു. ഇനി സറൗണ്ടിങ് എന്തായിരിക്കും? സറൗണ്ടിങ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? ഇതൊക്കെ കെമിസ്ട്രിയിൽ പഠിച്ചതല്ലേ. സിസ്റ്റത്തിന് പുറത്തുള്ള എല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? സറൗണ്ടിങ് ആയിട്ട് പറയാം. അപ്പൊ എഴുതിക്കോ, എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ഈസ് കോൾഡ്, എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്. ഓക്കെ, ഇനി തെർമോഡൈനാമിക് വേരിയബിൾസ് പഠിച്ചിട്ടില്ലേ? വേരിയബിൾസ് ഏതൊക്കെയാ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കാം. തെർമോഡൈനാമിക്സ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തിന്റെ ബേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? കൂടുതലും നമ്മൾ എന്തിന്റെ ബേസിലാ പറയാ? ഹീറ്റിനെ പറ്റിയാ നമ്മൾ പറയാ, ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോളിഡ് ഓർ ലിക്വിഡ് ഓർ ഗ്യാസ് അതിന്റെ ഹീറ്റിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പറയാ. അപ്പൊ തെർമോഡൈനാമിക്കിന്റെ വേരിയബിൾ ആയിട്ട് നമ്മൾ എന്തിനൊക്കെ ആയിരിക്കും കൺസിഡർ ചെയ്യുക? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യില്ലേ? അപ്പൊ ഈ തെർമോഡൈനാമിക് വേരിയബിളിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതും പഠിച്ചിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു, ഇന്റൻസീവ് വേരിയബിൾ ആൻഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾ. പഠിച്ചിട്ടുള്ളതല്ലേ ഇത്? ഇന്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത് പഠിച്ചിട്ടുള്ളതല്ലേ? സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്, അതായത് സിസ്റ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റത്തിൽ ഇപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആവാം. അപ്പൊ ഇന്റൻസീവ് വേരിയബിൾ ഉണ്ട്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തും വരെ, ഇപ്പൊ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, മാസ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇതെല്ലാം എന്തായിട്ട് പറയാം നമുക്ക്? ആ ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് പറയാം. നമുക്ക് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ പറ്റി പറയാറുണ്ട്. നമ്മളിപ്പോ ഒരു സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരു സിസ്റ്റം ഇപ്പൊ ഒരു സോളിഡ് ആണെന്ന് വിചാരിക്കും. ആ സോളിഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ പറയാം അല്ലെ? പിന്നെ അതിന് ഇത്ര വോളിയം ഉണ്ടെന്ന് പറയാം, പ്രഷർ ഉണ്ടെന്ന് പറയാം, അതിന്റെ മാസ് പറയാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയാം. അപ്പൊ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ വേരിയബിൾസ് വെച്ച്, ഈ തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ ബേസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചതാ, തന്നെ തിരിഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ ഈ തെർമോഡൈനാമിക് വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഇന്റൻസീവ് വേരിയബിൾ ആൻഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് പറയും. ഇന്റൻസീവ്, ആ വേർഡ് തന്നെ ആലോചിക്കുക. ഇന്റൻസീവ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് സിസ്റ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അത് എക്സാമ്പിൾ ഇപ്പൊ ടെമ്പറേച്ചറും പ്രഷറും. പിന്നെ എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതായത് ഇപ്പൊ സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇപ്പൊ വേഗം എഴുതി വെച്ചു. ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് പോയിക്കോ. തെർമോഡൈനാമിക് വേരിയബിൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തോ അതിനെ, ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ്. ഇന്റൻസീവ് വേരിയബിൾ ആൻഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നോളാം, ഇപ്പൊ ജസ്റ്റ് എഴുതിയാൽ മതി. തെർമോഡൈനാമിക് വേരിയബിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു, ഇന്റൻസീവ് വേരിയബിൾ ആൻഡ് എക്സ്റ്റെൻസീവ് വേരിയബിൾ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോകണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് എഴുതിയാൽ മതി. ഇന്റൻസീവ് വേരിയബിൾ, ഇന്റൻസീവ് വേരിയബിളിന്റെ താഴെയായിട്ട് എഴുതിക്കോ. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ, ജസ്റ്റ് വായിച്ചു വിടണം കേട്ടോ. ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതാ പഠിക്കേണ്ടത്, അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പൊ എഴുതിക്കോ, intensive variable does not depend on the size of the system. Intensive variable, it does not depend on the size of the system. Example, pressure, temperature, specific heat capacity. Pressure, temperature, specific heat capacity. And extensive variable എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ നേരെ ഓപ്പോസിറ്റ്. Extensive variable, it depend on the temperature, pressure, specific heat. Extensive variable, it depend on the size of the system. Example, volume, mass. Extensive variable, it depend on the size of the system. Example, volume, mass. Size of the system. Extensive variable, it depend on the size of the system. Example, mass, volume. ഇനി തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയം ഇത് എഴുതണ്ട, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹീറ്റ് എങ്ങനെ തെർമൽ ഒരു ബോഡി ഇപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ ആക്ച്വലി? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തെർമൽ ഇക്വിലിബ്രിയം പറയാൻ പറ്റും. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈക്വലായിട്ടിരിക്കും, അതായത് ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പൊ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുക? തെർമലി ഇക്വിലിബ്രിയം ആയിരിക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹീറ്റ് ഫ്ലോ ഉണ്ടാവും അവിടെ. ഹീറ്റ് ഫ്ലോ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക, അതായത് സ്റ്റേബിൾ കണ്ടീഷൻ. അതിനെയാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുക.
തെർമൽ ഇക്വിലിബ്രിയത്തിന്റെ വേർഡ് മനസ്സിലായല്ല, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കത്തില്ല. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അതാണ് ഇപ്പൊ ഒരു എവിടെ നിന്നായിരിക്കും, ഹീറ്റ് ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, അതൊന്ന് പറഞ്ഞു. അനല പറഞ്ഞേ, അടുത്ത ക്വസ്റ്റ്യൻ അനലക്കില്ല, ബാക്കി ആരോടെ ഞാൻ ചോദിച്ചോളാം. ഹീറ്റ് ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഹയർ ടു ലോവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി ആയിരിക്കും. ഇപ്പൊ ഒരു ബോഡിയിൽ നിന്ന്, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുവാണെന്ന് വിചാരിക്കുക. തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആയി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? ഹീറ്റ് ഫ്ലോ നടക്കുമോ അവിടെ? ഇല്ല, ഹീറ്റ് ഫ്ലോ നടക്കത്തില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കാരണം സ്റ്റേബിൾ കണ്ടീഷനായി, ഹീറ്റ് ഫ്ലോ ചെയ്യത്തില്ല. പിന്നെ സ്റ്റേബിൾ ആയിട്ട് ഏതാണോ കണ്ടീഷനിൽ നിൽക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കും. അതിനെയാണ് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇനി അത് എഴുതണ്ട, ജസ്റ്റ് മനസ്സിലാവാൻ പറഞ്ഞപോലെ. ഇനി സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാലോ. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അങ്ങനെ തന്നെയല്ലേ പഠിച്ചു വെച്ചേക്കണത്? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? എനിക്ക് ഡിലീറ്റഡ് ആണോ ഇത്? സീറോത്ത് ലോയുടെ പേര് പഠിച്ചിട്ടില്ല, സീറോത്ത് ലോ എന്നല്ലേ പഠിച്ചേക്കണത്? ഇല്ലേ, പിന്നെ നീ എവിടെ നിന്ന് പഠിച്ചത്? ഓ, ഞാൻ ഓർത്ത് കെമിസ്ട്രിയിലുണ്ടെന്ന്. ഓക്കെ ഓക്കെ, വിട്ടേക്ക്. സിമ്പിൾ ലോയാ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പഠിച്ചു എന്ന് ഓർത്ത് പറഞ്ഞതാ. അല്ല, ഞാനൊക്കെ പഠിച്ച ടൈമിൽ അത് കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നു, ആ ടോപ്പിക് തെർമോഡൈനാമിക്സിൽ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് മീൻസ് സീറോത്ത് ലോ, സ്പെല്ലിംഗ് മനസ്സിലായില്ല. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സീറോത്ത് ലോ എന്ന് പറയുമ്പോ ശ്രദ്ധിച്ചേ, ശ്രദ്ധിക്കടാ. ഇവിടെ ഇരിക്കണ നിനക്ക്? എന്നാ അവിടെ നിർത്തിയിരിക്കും. അതിനുള്ള വഴി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, എന്നാ അവിടെ നീ അനങ്ങാതിരുന്നോ? വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരെ രണ്ടുപേരെ മാറ്റി നിനക്ക് ഇങ്ങോട്ട് എത്താം. അവര് മാറിത്തരും. ഓക്കെ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ രണ്ട് സിസ്റ്റം കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. രണ്ട് സിസ്റ്റം. വാട്ട് ഈസ് സിസ്റ്റം? സിസ്റ്റം എന്താ? സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. അപ്പൊ ഞാൻ രണ്ട് സിസ്റ്റം കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം, എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം കൺസിഡർ ചെയ്ത്. ഇനി അഡയാബാറ്റിക് വോൾ എന്താന്ന് പഠിച്ചിട്ടുണ്ടോ? അഡയാബാറ്റിക് വോൾ എന്താ? അതായത് ഇവിടെ ഇത് കണ്ട, ഇതിന്റെ ഇടയിൽ ഒരു അഡയാബാറ്റിക് വോൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അഡയാബാറ്റിക് വോൾ മീൻസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി. അതിന്റെ ഇടയിൽ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ അഡയാബാറ്റിക് വോൾ. അഡയാബാറ്റിക് വോൾ അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ. ഇനി കണ്ടക്റ്റീവ് വോൾ ഉണ്ട്. കണ്ടക്റ്റീവ് വോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുക? ഹീറ്റ് കണ്ടക്ട് ചെയ്യും. അത് ഡിഫറൻസ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ രണ്ട് സിസ്റ്റം ഉണ്ട്, എ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്, ബി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഇവരുടെ ഇടയിൽ ഒരു അഡയാബാറ്റിക് വോൾ ആണ് വന്നേക്കുന്നത്. അഡയാബാറ്റിക് വോൾ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും മീൻ ചെയ്യുക? ഇവരുടെ തമ്മിൽ ഇടയിൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? ഇവർ തമ്മിൽ ഹീറ്റ് എനർജി നടക്കുമോ? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി നടക്കത്തില്ല. അപ്പൊ ടെമ്പറേച്ചർ അറ്റ് എയും ടെമ്പറേച്ചർ അറ്റ് ബി എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ ഹീറ്റ് എനർജി ഒന്നും വരുന്നില്ല. എ ഇസ് നോട്ട് ഈക്വൽ ടു ബി ആയിരിക്കും. ഓക്കെ, ഇനി ഇവര് രണ്ടുപേരും വേറെ ഒരു സിസ്റ്റം ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് കണ്ട, ഇവിടെ ഡയറക്റ്റ് ഇത്രേ പറയാനുള്ളൂ. എ ഇസ് നോട്ട് ഈക്വൽ ടു ബി ആണെന്ന് മനസ്സിലായില്ല. ഇവരുടെ ഇടയിലുള്ളത് വേറെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ വരച്ചേക്കണ വോള് ശ്രദ്ധിക്കാം. നിങ്ങൾ ആകെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ ഇടയിൽ ഒരു അഡയാബാറ്റിക് വോൾ ആണ് വന്നിരിക്കുന്നത്. അഡയാബാറ്റിക് വോൾ മീൻസ് എന്താ? നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എനർജി ബിറ്റ്വീൻ ദം. അപ്പൊ എയും ബിയും തമ്മിൽ ഒരു കോണ്ടാക്റ്റും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ അഡയാബാറ്റിക് വോൾ ആണോ വന്നേക്കണത്? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എ ഈക്വൽ ടു സി എന്ന് പറയാല്ല. എ ഈക്വൽ ടു സി എന്ന് പറയാം, ബി ഈക്വൽ ടു സി എന്ന് പറയാം. ഇതിന്ന് രണ്ടിന്നും കൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റത്തില്ലേ? അത്രയോ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് പറയാം. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ടു സിസ്റ്റംസ് are separated by an adiabatic wall. Two systems are separated by an adiabatic wall. Two systems are separated by an adiabatic wall. അപ്പൊ adiabatic wall എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, രണ്ട് സിസ്റ്റത്തിന്റെ ഇടയിൽ adiabatic wall ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ കൺസെപ്റ്റ് എന്താ? ടെമ്പറേച്ചർ അറ്റ് എ is not equal to ടെമ്പറേച്ചർ അറ്റ് ബി. അതൊന്ന് എഴുതി വെച്ചേ. Two systems are separated by an adiabatic wall. That means temperature at A which is not equal to temperature at B. ഇനി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതിക്കോ. നമ്മളിപ്പോ ജസ്റ്റ് കണ്ടീഷൻ എഴുതി വെച്ചത്, അതിന് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. Two systems ഇത് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ two systems
are in thermal equilibrium. Two systems are in thermal equilibrium with the third system separately that means they are thermal equilibrium with each other. വായിച്ചോ ഏതാടാ പറയാം ഇവിടെ വരെ എഴുതി separately that means they are thermal equilibrium with each other. അപ്പൊ നോക്കിക്കേ ഹെഡിങ് കൊടുത്തായിരുന്ന സീറോ ടു ലോ ഓഫ് തെർമോഡൈനാമിക്സ് മറന്നു പോകരുത് സിമ്പിൾ കൺസെപ്റ്റാ സ്റ്റേറ്റ്മെന്റ് ഓർത്തില്ലെങ്കിലും ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാൽ മതി നമുക്ക് ഇനീഷ്യലി എത്ര സിസ്റ്റം ഉണ്ട് രണ്ട് സിസ്റ്റം ഉണ്ട് അവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാ ആകെ ഇതൊന്നും ആലോചിക്കേണ്ട ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയണെന്നുള്ളത് നമുക്ക് എത്ര സിസ്റ്റം ഉണ്ട് സീറോ ടു ലോ പറയുമ്പോൾ നമുക്ക് ആകെ 3 സിസ്റ്റം ഉണ്ട് ഓക്കെ അപ്പൊ ഇനീഷ്യലി നമുക്ക് എത്ര സിസ്റ്റം ഉണ്ട് രണ്ട് സിസ്റ്റം ഉണ്ട് ആ രണ്ട് സിസ്റ്റം തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാ വന്നിരിക്കുന്നത് എയും ബിയും എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് ഇവര് തമ്മിൽ എന്താ സംഭവിച്ചേക്കുന്നത് അഡയാബാറ്റിക് വോൾ ആണ് അഡയാബാറ്റിക് വോൾ എന്ന് പറയുമ്പോൾ ഇവര് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കോ ഇല്ല അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ടെമ്പറേച്ചർ അറ്റ് എ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് ബി ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ ഇല്ല ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല ഈ വോളിന്റെ പേരെന്താ അഡയാബാറ്റിക് വോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചേക്കുന്നത് ടു സിസ്റ്റംസ് ആർ സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം അപ്പൊ ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ഒരു സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ആകണമെന്ന് വിചാരിക്കുക ഓക്കെ തേർഡ് സിസ്റ്റവുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലായി അപ്പൊ ഇതിന്റെ ഇടയിൽ വന്നേക്കണം നോക്കിക്കേ ഇവര് എയും സിയുടെ ഇടയിൽ വന്നേക്കണം അഡയാബാറ്റിക് വോൾ ആണ് അല്ല അത് കണ്ടക്ടിങ് വോളാ അതുപോലെ തന്നെ ബിയുടെയും സിയുടെയും ഇടയിൽ വന്നേക്കണത് എന്താ അഡയാബാറ്റിക് വോൾ അല്ല അഡയാബാറ്റിക് വോൾ വരച്ച് കാണിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കാണിക്കണോട്ടോ നല്ല ഡിഫറൻസ് മനസ്സിലാവുള്ളൂ അപ്പൊ ഫസ്റ്റ് കണ്ടീഷനിൽ എയും ബിയും രണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന അഡയാബാറ്റിക് വോൾ ആയതുകൊണ്ട് കണക്ഷൻ ഒന്നും വന്നില്ല പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതാണ് മെയിൻ ആയിട്ട് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് ടു സിസ്റ്റംസ് ആർ സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം ദാറ്റ് മീൻസ് തേർഡ് സിസ്റ്റത്തിനോട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് പറയാം ടെമ്പറേച്ചർ സെക്കൻഡ് കണ്ടീഷനിൽ നമുക്ക് പറയാം ടെമ്പറേച്ചർ അറ്റ് എ വിച്ച് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് സി അതുപോലെ തന്നെ ടെമ്പറേച്ചർ അറ്റ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് സി ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാല്ല ഫ്രം 1 and 2 എന്ത് പറയാം they are separately thermal equilibrium with each other temperature at A equal to temperature at B മനസ്സിലായ അപ്പൊ ഇനീഷ്യൽ കണ്ടീഷനിൽ അഡയാബാറ്റിക് വോൾ ആയിരുന്നു എക്സ്ചേഞ്ച് ഒന്നും നടന്നില്ല പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഈ രണ്ട് സിസ്റ്റത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയം ആയിട്ട് അടുത്ത സിസ്റ്റമായിട്ട് ഒരു കണക്ഷൻ കൊടുത്തു അപ്പൊ അത് എന്താ ഈക്വൽ ആയി ഇതൊന്നും എഴുതി വെച്ചിട്ട് എഴുതണേ ഇവിടെ വരെ എഴുതിയതായിരുന്നില്ലേ ഇവിടെ വരെ എഴുതി ഞാൻ പറഞ്ഞതല്ലേ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ട് ടെമ്പറേച്ചർ അറ്റ് എ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് ബി അവിടെ വരെ എഴുതിയതല്ലേ അനല്ല മാത്രം എഴുതാനത് എഴുതിയില്ലേ അതെ അത് എഴുതി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലേ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ എഴുതിയിട്ട് ഇനി ഇത് എഴുതിക്കോ ഇത് എഴുതട്ടാ സെക്കൻഡ് വൺ എഴുതിയാൽ മതിയേ ടെമ്പറേച്ചർ അറ്റ് എ ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് സി and also temperature at B equal to temperature at C. That means temperature at A equal to temperature at B. ഇതൊന്ന് വരച്ചും കൂടെ കാണിച്ചേക്കെ റഫായിട്ട് വരച്ച് കാണിച്ചേക്കെ ഇത് കണ്ട ഇവിടെ ഫുൾ അഡയാബാറ്റിക് വോൾ ആണ് ഇവര് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല ഇവിടെ ഒക്കെ ഫുൾ അഡയാബാറ്റിക് വോൾ ആണ് ആകെ ഇവിടെ മാത്രമാണ് എന്ത് വന്നേക്കുന്നത് ഡയതെർമൽ വോൾ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് വോൾ വന്നേക്കണം സിമ്പിൾ അല്ലേ സീറോത്തിലോ പഠിക്കാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ ആ കണ്ടീഷൻ മാത്രം ഒന്ന് ആലോചിച്ചു അത് സ്റ്റേറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇത് വരച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബേസിൽ എഴുതാൻ പറ്റില്ലേ അഡയാബാറ്റിക് വോൾ ആണെങ്കിൽ എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല പക്ഷെ വേറൊരു സിസ്റ്റം കൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായി ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായി അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എ ആൻഡ് ബി ആർ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ എഴുതി കഴിഞ്ഞാ ഇനി അടുത്തത് ഇത് അറിയാവുന്ന ഇപ്പൊ നമ്മളെ ടേംസ് ആണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ടേംസിൽ വരുന്നത് തന്നെ ലോ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയാം സിസ്റ്റം എന്താന്ന് പറഞ്ഞു സറൗണ്ടിങ് എന്താന്ന് പറഞ്ഞു തെർമോഡൈനാമിക്സ് വേരിയബിൾസ് വിസ്മയ ഏതെങ്കിലും തെർമോഡൈനാമിക് വേരിയബിളിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ
ഏ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഇന്റൻസീവ് ആയിക്കോട്ടെ എക്സ്റ്റൻസീവ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞ എക്സാമ്പിൾ. കൊറേ പറഞ്ഞല്ലേ ഞാൻ. അല്ല ആളോടാ ചോദിക്കണത്, അവനിപ്പൊ അപ്പുറത്തിരിക്കണവനോട് ചോദിക്കും. പറഞ്ഞു കൊടുക്കടാ. പ്രഷർ. പിന്നെ വേറെ ഒരെണ്ണം പറഞ്ഞേ. വോളിയ. എന്നിട്ട് നിവേദിന് കിട്ടിയിട്ടില്ല. മിണ്ടല്ലേ, നിവേദിന് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ. അപ്പൊ ടേംസ് എല്ലാം മനസ്സിലായില്ല. ഇനി അടുത്ത ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി അതും അറിയാവുന്നതല്ലേ. ഇന്റേണൽ എനർജി എന്താ? ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോ എന്താ? ഇന്റേണൽ എനർജി ഇസ് എ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇന്റേണൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ വേണ്ടത്. ഇന്റേണൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? യു. അപ്പൊ എഴുതിക്കോ ഇന്റേണൽ എനർജി ബ്രാക്കറ്റിൽ യു എന്ന് കൊടുക്കുക. ഇറ്റ് ഈസ് എ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇന്റേണൽ എനർജി ഇസ് എ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. Is a sum of kinetic and potential energy. എന്ത് പറ്റി? മടുത്തന്നാ? ഇപ്പൊ കൊഴപ്പില്ലല്ലോ, കഥ കേൾക്കണ പോലെ ഇരുന്നാ മതിയില്ലേ. ബ്രേക്കാ? ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഡെറിവേഷൻ പോലും പഠിച്ചില്ലല്ലോ. ആ പതിയെ പതിയെ പോണത് ഞാൻ, പതിയെ പതിയെ പോയി. ആ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പൊ എല്ലാവരുടെ ഉറക്കമൊക്കെ പോകും. ടോപ്പിക് എന്റെ തീർന്നിട്ടില്ല, എടുത്ത് തീർക്കണ്ടേ നമുക്ക്. അല്ല വേണം, ഞാൻ പറഞ്ഞല്ലോ പുറത്തിറങ്ങിയ നമുക്ക് പറയാം ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കേ. പെട്ടെന്ന് പെട്ടെന്ന് എഴുതിക്കോ, നിങ്ങൾ തന്നെ എഴുതിക്കോന്ന് ഞാൻ പറയണില്ല. അവനോടാണ് ചോദിച്ചത്. ഇനി ഹീറ്റ് എന്താന്ന് എഴുതിക്കേ. ഹീറ്റിനെ ഓരോരുത്തർ പറയും. ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? വേണ്ട നമുക്ക് ഓൺലൈൻ. ഓക്കെ, ക്യൂ. ഹീറ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തേ. ഓൺലൈനിലുള്ള ആരെങ്കിലും ഒന്ന് ഹീറ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഒന്ന് പഠിച്ചതാ. ഹീറ്റ് എന്ന് പറയുമ്പോ എന്താ? ഹീറ്റ് എന്താ? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എന്താ? ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി അല്ലെ? ഒരു എനർജിയാണ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എഴുതിക്കേ ഹീറ്റ് ഇറ്റ്സ് എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു സിസ്റ്റം ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. Heat, it is the energy transfer between two systems due to temperature difference. Heat നെ represent ചെയ്യുന്ന letter Q. Heat is the energy transfer between two systems due to temperature difference. ഓക്കെ, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്നൊന്നും പറയണില്ല. തെർമൽ ഇക്വിലിബ്രിയത്തിലാവുന്ന കേസ് നമ്മൾ പറഞ്ഞതല്ലേ. തെർമൽ ഇക്വിലിബ്രിയത്തിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും കണ്ടീഷൻ? എന്താ ഇക്വിലിബ്രിയം ഞാൻ പറഞ്ഞില്ലേ. എന്തായിരിക്കും ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോ? എന്താ പറഞ്ഞത്? ഫ്ലോ ഒന്നും നടക്കുന്നില്ല, ഹീറ്റിന്റെ ഫ്ലോ നടക്കുന്നില്ല, ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അത് സിസ്റ്റം തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നാലും, രണ്ട് സിസ്റ്റം ഉണ്ട്, ആ രണ്ട് സിസ്റ്റം തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നാലും എന്തായിരിക്കും സംഭവിക്കുക? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും, ഫ്ലോ നടക്കത്തില്ല, അങ്ങോട്ട് എക്സ്ചേഞ്ച് ഒന്നും നടക്കത്തില്ല. ഓക്കെ, ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് എഴുതാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതറിയാവുന്നല്ലേ? അതൊന്ന് പറഞ്ഞു, നിവേദൊന്ന് പറഞ്ഞേടാ. നിവേദ് പറയണ്ട, എന്നാ സയോൺ പറയും. സയോണിന് അറിയാത്ത എന്താണ്? ഫസ്റ്റ് ലോ പഠിക്കണല്ലേ, അക്സ പറയുന്നു. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇങ്ങനെയാണോ പഠിച്ചേ? ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് ലോയ്ക്ക്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അത് തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആ ഇക്വേഷൻ വെച്ച് അത് പഠിച്ചിട്ടുള്ളല്ലേ. ഡെൽറ്റ amount of heat given to a system equal to sum of internal energy and external work done. ഇതന്നെയല്ലേ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എഴുതിക്കോ.
അത് തന്നെ ഞാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യണല്ലോ, ആ സെയിം പഠിച്ച കൺസെപ്റ്റ് തന്നെ എഴുതിക്കോ. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി given to a system is equal to the sum of amount of heat energy given to a system is equal to the sum of increase in internal energy of the system and external work done. Increase in internal energy of the system and external work done. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചിട്ട് എന്താ മനസ്സിലായത്? നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നത്? എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഗിവൻ ടു എ സിസ്റ്റം. സിസ്റ്റം എന്താണെന്ന് അറിയാല, ആ സിസ്റ്റത്തിലേക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റം, ചിലപ്പോൾ ഒരു സോളിഡ് ആയിരിക്കാം, ലിക്വിഡ് ആയിരിക്കാം, ഗേഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കാം, ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണമെന്ന് വിചാരിക്കുക. എമൗണ്ട് ഓഫ് എനർജി ഗിവൻ ടു എ സിസ്റ്റം എന്താന്നാ പറഞ്ഞേക്കുന്നത്? ആ കൊടുക്കുന്ന എനർജി ആ സിസ്റ്റം എന്തിനൊക്കെ വേണ്ടിയാ യൂട്ടിലൈസ് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് എനർജി ഗിവൻ ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി, അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? എക്സ്റ്റേണൽ വർക്ക് ഡൺ. അതിന് വേണ്ടിയാ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി അതൊന്ന് ഇക്വേഷൻ ആക്കി പറഞ്ഞേ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ എന്താ? എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇനി സ്റ്റേറ്റ്മെന്റ് പറയാം. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഗിവൻ ടു എ സിസ്റ്റം വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? യു. അപ്പൊ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് എക്സ്റ്റേണൽ വർക്ക് ഡൺ. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ W. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി W എങ്ങനെ എഴുതാം? വർക്ക് ഡൺ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വർക്ക് ഡൺ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? P എന്ന് എഴുതിക്കൂടെ? ഇൻറ്റു ഡെൽറ്റ എക്സ്. ഒന്ന് ബോക്സ് ചെയ്തിട്ട് ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. രണ്ടും ബോക്സ് ചെയ്തിട്ടോ. ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ വിട്ടോ. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് രണ്ടും പഠിക്കണോട്ടാ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കോട്ടാ. ഡെൽറ്റ ഡബ്ല്യു വർക്ക് ഡൺ, എക്സ്റ്റേണൽ വർക്ക് ഡൺ. വെറും ഡബ്ല്യു എന്നാണ് പഠിച്ചേക്കണേ കെമിസ്ട്രിയിൽ. മാറ്റണമെന്നില്ല. ഞാനിവിടെ വർക്ക് ഡൺ എടുത്തോണ്ടാണ്, ചേഞ്ച് ഇൻ വർക്ക് ഡൺ എടുത്തോണ്ട് പറഞ്ഞതാ. അങ്ങനെ തന്നെ കൊടുത്താൽ മതി. എന്തോ പറഞ്ഞോ? എവിടെ? ഏതിലാടാ? ഇവിടെയാണോ? നമ്മൾ വെച്ച് എന്താ എടുക്കുക? ഒരു സിസ്റ്റത്തിന്റെ ചേഞ്ച് അല്ലേ എടുക്കണം. ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ പറയാം? ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. അതിനാണ് നമ്മൾ ഡെൽറ്റ എക്സ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഡെൽറ്റ എക്സ് എ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ആയിട്ട് എടുക്കും. അതുപോലെ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൻ ടു എ സിസ്റ്റം ദാറ്റ്സ് ഈക്വൽ ടു സം ഓഫ് ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി. എത്രത്തോളം ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ കൊടുത്തത്. ഡെൽറ്റ എമൗണ്ട് ഓഫ് എനർജി എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്തത് ലോ കിട്ടിയല്ല? ഫസ്റ്റ് ലോ കിട്ടിയല്ല? സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞേ? ഹരി ഒന്ന് പറഞ്ഞ, ഉറക്കം വരുന്നുണ്ട്. ഹരി പറ സ്റ്റേറ്റ്മെന്റ്. പാസ്. ദിയ പറ. ദിയ ഞാൻ പറയണവർക്ക് പാസ് കൊടുത്താൽ മതി. എമൗണ്ട് ഓഫ് ഇക്വേഷൻ നോക്കി പറയാം. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഗിവൻ ടു എ സിസ്റ്റം വിച്ച് ഇസ് ഈക്വൽ ടു എന്തിന്റെയൊക്കെ സമ്മ വന്നേക്കണേ? സം ഓഫ് ഇന്റേണൽ എനർജി, ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ആൻഡ്
എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഓക്കെ, അനല കുറെ ഉറക്കം വരുന്ന അനല വേണമെങ്കിൽ ഒന്ന് ഡിഫൈൻ ചെയ്തോ. ഞാൻ വരാം, നമുക്ക് മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഇനി ബഹളോ. ഓക്കെ, അടുത്തത് എഴുതിക്കോ. അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരുന്നു? പോട്ടെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അത് ആരെങ്കിലും ഒരാളൊന്ന് ഡിഫൈൻ ചെയ്യും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ amount of heat energy required to raise the temperature of മോള് വരുമ്പോ എന്താവും? മോളാർ സ്പെസിഫിക് ഹീറ്റ് ആവും. ഓക്കെ, ഇവിടെ ഞാൻ ചോദിച്ചാൽ ജസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, യൂണിറ്റ് മാസ് അല്ലെ? അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അത് നമ്മൾ അത് ഇക്വേഷൻ എഴുതണം, പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ഇക്വേഷൻ എന്താ പഠിച്ചത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ മോളാർ സ്പെസിഫിക് ഹീറ്റ്, അത് എഴുതിക്കോ എന്തായാലും. മോളാർ സ്പെസിഫിക് ഹീറ്റ് എഴുതിക്കോ, അത് നമുക്ക് എന്തായാലും വേണമല്ലോ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നൊന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചോ, അത് എന്തായാലും നമുക്ക് വേണം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ 1 mole of substance through 1 Kelvin. It is the amount of heat required to raise the temperature of 1 mole of substance through 1 Kelvin. Required to raise the temperature of 1 mole of substance through 1 Kelvin. One mole of substance through 1 Kelvin. കഴിഞ്ഞ ഇക്വേഷൻ എന്താ വരിക? ശ്രദ്ധിച്ചേ, 1 mole of substance through 1 Kelvin. ഇക്വേഷൻ എന്താ വരിക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി C equal to 1 by മ്യൂ ആയിരുന്ന N ആയിരുന്ന ഞാൻ പറഞ്ഞത്? N എന്നാ ഇപ്പൊ മ്യൂ. അപ്പൊ നമുക്ക് ചാപ്റ്റർ തമ്മിൽ മാറിപ്പോകില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ മ്യൂവും ഇവിടെ എന്നുവാ കൊടുത്തത്. ഈ പ്രാവശ്യം നമ്പർ ഓഫ് N ആയാലും മ്യൂ ആയാലും നമ്പർ ഓഫ് മോൾസ്. അതാ പറഞ്ഞ ചേഞ്ച് വേണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ എന്നും അവിടെ മ്യൂവാ കൊടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ച് N ഇട്ടാലും മ്യൂ ഇട്ടാലും പ്രശ്നമില്ല, നമ്പർ ഓഫ് മോൾസിനെ തന്നെ ഉദ്ദേശിക്കണത്. ഓക്കെ ഓക്കെ, അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ, പ്രശ്നമില്ലല്ലോ. ഞാൻ മ്യൂ എഴുതിയ ആളെ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എന്നെ എഴുതി. ഓക്കെ, അപ്പൊ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്താ പറയാ? ത്രൂ 1 Kelvin. ഇനി അപ്പൊ ഇത് ഓക്കെ ആയില്ലേ? ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മൾ പറയാൻ പോണത്. അതുപോലെ തന്നെ ഇനി ഇതിന്റെ റിലേഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ മറന്നു പോവരുത്. ആ ഇക്വേഷൻ ഒന്ന് നോക്കി പഠിച്ചേ. ഇനി ഇതെന്തായി എഴുതി വെച്ചേക്കണേ? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ? ഗായത്രി ഒന്ന് ഓർത്ത് പറഞ്ഞേ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്താ? നിന്നെ വിളിക്കണത് നീ മിണ്ടൂല. എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? എസ്. എസ് വെച്ചാൽ നമ്മൾ സ്പെസിഫിക് അങ്ങനെ തന്നെ എസ് തന്നെ വെച്ചാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത 2 എസ് തന്നെ ഞാൻ കൊടുത്തത്. സ്മോളും ക്യാപിറ്റലും ഒക്കെ നിങ്ങൾ എഴുതിയത് എങ്ങനെയാന്ന് ഓർക്കുന്നില്ല. എസ്. ഓക്കെ, ഇനി അപ്പോ എഴുതിക്കുക മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് എന്ന് കൊടുക്കുക. മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതായത് ഈ ഇക്വേഷൻ മാത്രം മതി, നമുക്ക് വേറെ കാര്യമൊന്നും വേണ്ട. പക്ഷെ അത് കോൺസ്റ്റന്റ് വോളിയത്തിലും കോൺസ്റ്റന്റ് പ്രഷറിലും എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എഴുതിയാ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലേ പറഞ്ഞ? കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോ ശ്രദ്ധിച്ചേ, അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ നോക്കിക്കേ. CV. CV എന്ന് പറയുമ്പോ എന്താ മീൻ ചെയ്യാ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, അതിനെ അപ്പൊ ഒന്ന് ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ കൂടെ എന്തും കൂടെ എഴുതിയാൽ മതി. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഒന്നുകൂടെ ചേർത്താൽ മതി. ഗ്യാസിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറയാ. അപ്പൊ ഒന്ന് ഡിഫൈൻ ചെയ്തേ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ തൊട്ട് ശ്രദ്ധിക്കണോട്ടെ, ഇവിടെ തൊട്ട് നമുക്ക് വേണ്ടതാ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇറ്റ് ഈസ് ദ amount of heat required to raise the temperature of 1 mole of substance through 1 Kelvin at constant volume. അത്രേ വ്യത്യാസമുള്ളൂ. ഇക്വേഷൻ എങ്ങനെ വരും? 1 by mu
ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ ഒരു വി കൊടുക്കാൻ മറക്കരുത്. ഈ വി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ? അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി അടുത്തത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം കേട്ടോ. ആദ്യം ഇത് എഴുതിക്കേ, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സ്റ്റേറ്റ്മെന്റ് എഴുതിക്കേ, ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്. സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ, അത് പഠിക്കുകയും ചെയ്യും. അപ്പൊ എഴുതി വരും, ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise, it is the amount of heat required to raise the temperature of, എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ. It is the amount of heat required to raise the temperature of 1 mole of substance through 1 Kelvin at constant volume. 1 mole of substance through 1 Kelvin at constant volume. വേറെ ഒന്നും എഴുതണ്ട, ആ സെയിം സ്റ്റേറ്റ്മെന്റിൽ തന്നെ വോളിയം ഈസ് കോൺസ്റ്റന്റ് എന്ന് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറയണത്. അങ്ങനെയാണെങ്കിൽ സി പി ഒന്ന് ഡിഫൈൻ ചെയ്തേ. ആക്സ ഒന്ന് ട്രൈ ചെയ്തേ സി പി ഡിഫൈൻ ചെയ്യാൻ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ്. ബുക്ക് നോക്കണ്ട. കോൺസ്റ്റന്റ് പ്രഷർ സ്പെസിഫിക് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ഓഫ് 1 mole of substance through 1 Kelvin at constant pressure. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? 1 by mu delta Q by delta T at P. എഴുതി വെച്ചേ, രണ്ടും എഴുതി വെച്ചേ. ഓക്കെ, അടുത്തത് റിലേഷൻ. അപ്പൊ സി പി സി വിയും കിട്ടിയല്ല. സിയുടെ ഇക്വേഷൻ എന്താ? സിപിയുടെ ഇക്വേഷൻ എന്താ? 1 by mu ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വി കൊടുത്തേക്കാം. ഇവിടെ എന്താ വരാ? 1 by mu ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി അറ്റ് പി. അറ്റ് പി എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് പ്രഷർ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കോട്ടാ. റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി. ബോർഡിലൊന്നും ഞാൻ എഴുതിയിട്ടില്ലടാ. ആ ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ ഞാൻ എഴുതി വെച്ചതാ. സി പി സി വി ഒന്നുകൂടെ എടുത്ത് എഴുതി വെക്കാം. വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ബാക്കി എഴുതുന്നത് ഞാൻ ഇറക്കി എഴുതുള്ളൂ. അപ്പൊ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ടി ഡെൽറ്റ വി. ഇതാണ് ഇക്വേഷൻ പഠിച്ചത്. ഫസ്റ്റ് ലോയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത്? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എനർജി കൊടുക്കുന്നു, എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നു. ആ ഹീറ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ഇന്റേണൽ എനർജി ആൻഡ് ഓൾസോ എന്തിനു വേണ്ടിയാ? എക്സ്റ്റേണൽ വർക്ക് ആണ്. അതിനു വേണ്ടി സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി വിയുടെ ഇക്വേഷൻ നോക്കുക. സി വി ഈക്വൽ ടു 1 by mu ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് വി. ഇനി ഇതിന് നമ്മൾ ഫോർ 1 മോളിന് കൺസിഡർ ചെയ്യാനാണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും? ഫോർ 1 mole ഓഫ് ഗ്യാസ്. ഈ ഒരു ഇക്വേഷൻ ഇത് നോക്കേണ്ടത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് എനർജി കൊടുക്കും. എടാ സംസാരിക്കാതിരുന്നേ, നീ ശ്രദ്ധിക്കും. അറിയാം അവനാണെന്ന്. ഓക്കെ, ശ്രദ്ധിച്ചേ.
നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ സി പി എന്ന് തുടങ്ങാം. സി പി അല്ല, സി വി എന്ന് തുടങ്ങാൻ പോണേ. സി വിയുടെ ഇക്വേഷൻ എഴുതി. ഇതിപ്പോ നമ്മൾ എഴുതിയേക്കുന്നത് ഇത് എന്താ, ഈ സി വി എന്ന് പറഞ്ഞാൽ എന്താ എഴുതി വെച്ചേക്കുന്നത്? കോൺസ്റ്റന്റ് വോളിയം. എന്ത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അത് ഞാനിപ്പോ ഫോർ 1 മോളിന് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. 1 മോൾ ആകുമ്പോഴത്തേക്കും ഇൻ ദ കേസ് ഓഫ് 1 മോൾ മ്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 മോളിന് കൺസിഡർ ചെയ്യുമ്പോൾ മ്യൂവിന്റെ വാല്യൂ 1 ആയില്ലേ? ബാക്കി എന്താ ഉള്ളത്? സി വി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് വി. ഓക്കെ, അപ്പൊ ഞാൻ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അതായത് സി പിനെ ഞാൻ 1 മോൾ ആക്കി എഴുതി, അത്രയും നിർത്തി. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ഞാൻ സി പി അല്ല സോറി സി വിയുടെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക ഫോർ 1 മോൾ. ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് മനസ്സിലായാലും ഇത് 1 ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി വി അറ്റ് കോൺസ്റ്റന്റ് വോളിയം അത്ര എഴുതി വെച്ചു. ഇനി സി പിയുടെ ഇക്വേഷൻ എന്താ? സി പി ഈക്വൽ ടു 1 ബൈ മ്യൂ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് പി. ഓക്കെ, ഇതിന് നമുക്ക് ക്യൂവിന് നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇവിടെ വരെ എഴുതുന്ന വേഗം എഴുതല്ലേ, ഇവർക്ക് കാണാൻ പറ്റില്ല ചരിഞ്ഞിരിക്കണോണ്ട്. വി കൊടുക്കണേ എന്തിനാന്ന് മനസ്സിലായില്ല. അത് കോൺസ്റ്റന്റ് വോളിയം ഒന്ന് കാണിക്കാൻ വേണ്ടിയാ വി ജസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഫോർ 1 മോൾ ആക്കിയിട്ട് ഇക്വേഷൻ അവിടെ വരെ എഴുതും. ലൈക്ക് ചെയ്യാം, ലൈക്കൊക്കെ ചെയ്യാം. ഇപ്പൊ എഴുത്. കഴിഞ്ഞ ഇത്ര എഴുതിയാടാ ദിയ സാം എഴുതി കഴിയുമ്പോ പറയണേ. അവന്തിക ആരോണ ജയ് എഴുതി കഴിയുമ്പോ പറയട്ടാ. ബോർഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് റിലേഷൻ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഓർത്ത് വെച്ചില്ലെങ്കിൽ കിട്ടില്ല കേട്ടാ. രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ ഫോർ 1 മോളിന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും സി പി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് പി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചേ. ഇവിടെ രണ്ടും സെയിം ആയിട്ടാണ് ഇപ്പൊ ഏകദേശം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്ത, ഫസ്റ്റ് സി വിയുടെ ഇക്വേഷൻ എഴുതി ഫോർ 1 മോളാക്കി ഇക്വേഷൻ എഴുതി വെച്ച്. ഓക്കെ, ദെൻ സി പിയുടെ ഇക്വേഷൻ എടുത്ത്. ഇത് വലിയ ബുദ്ധിമുട്ടില്ല. ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂവിനെ മാറ്റി 2 ഇക്വേഷൻ ആക്കി വെക്കുക. പ്രശ്നമുണ്ടോ ഇത് ചെയ്യാൻ? ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ എക്സാമിന് ഓർത്തെടുക്കണം ഇത്. ഓക്കെ, അത്രയും ചെയ്യാം. ഇനി അടുത്തത് ഇത് രണ്ടും ഇപ്പൊ സെയിം ആയിട്ടാണ് കിട്ടിയേക്കണം. പക്ഷെ നമുക്ക് റിലേഷൻ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കണം. കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഇത് വി യു ആണ്, അത് പി യു ആണ്. കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ ഞാനിപ്പോ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് അറിയാം? ഡെൽറ്റ ക്യൂ എന്താണ്? സയോൺ പറഞ്ഞേ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലോ അനുസരിച്ച് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഞാൻ എഴുതി വെച്ചേക്കണേണ്ട ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അപ്പൊ സി പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സി പി ഈക്വൽ ടു ഡെൽറ്റ ക്യൂന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി.
ഓക്കെ, സി പി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. വേഗം എഴുതണേ. വേഗം എഴുതട്ടോ. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ തന്നെ സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കഴിയുമ്പോ പറയണേ. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഇക്വേഷൻ 1 and 2. ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ. ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? ഇതെന്താ ഇക്വേഷൻ? പി വി ഈക്വൽ ടു ആർ ടി. ഇതെന്താ? എന്ത് കണ്ടിട്ടുണ്ടോ ഇക്വേഷൻ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു ആർ ടി. ഇനി നമ്മൾ ഈ റിലേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. then എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ. വിനെയും ടീനെയും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡെൽറ്റ ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകും. അപ്പൊ പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി എന്തായി? 1. അപ്പൊ പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ആർ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഒന്ന് കണക്ട് ചെയ്തേ. 3യും 1ഉം കൊണ്ടൊന്ന് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 3യും 1ഉം കൊണ്ടൊന്ന് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 and 1 into 2ൽ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ശ്രദ്ധിച്ചേ, അല്ല ഞാൻ കുറെ നേരം എടുക്കോട്ടെ. ഈ ചാപ്റ്റർ എനിക്ക് തീർക്കാനുള്ളതാ. ഡെൽറ്റ അത് റിലേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നോ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ചെയ്യാം. ഏതാണ്? പി വി ഈക്വൽ ടു ആർ ടി. ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. തെർമോഡൈനാമിക് പ്രോസസ് അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൊണ്ടുവന്നു. ഇവിടെ ശ്രദ്ധിച്ചല്ലേ, ഞാൻ 7 മണി വരെ ഇരുത്തോട്ടെ, എനിക്ക് ചാപ്റ്റർ തീർക്കാനുള്ളതാ. അതുകൊണ്ട് ഓർത്തോ, ഞാൻ കുറെ നേരം എടുക്കും. അപ്പൊ എന്ത് ചെയ്യാ? 3യും 1ഉം കൊണ്ടൊന്ന് 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്തായിട്ട് കൊടുക്കാം നമുക്ക്? ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ഇത് തന്നെയായിട്ട് കൊടുത്തൂടെ? സി വി ആയിട്ട് കൊടുക്കാല്ല. ക്യൂ എന്ന് പറഞ്ഞ എമൗണ്ട് ഓഫ് എനർജി തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? സി പി ഈക്വൽ ടു സി വി മൈനസ് ആർ, സി വി പ്ലസ് ആർ. സോ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ. ഇതൊന്ന് ബോക്സ് ചെയ്ത് വെക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് എഴുതിയെടുത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ശരിയാവില്ല. ഓക്കെ ഓക്കെ. ഇവിടെ ഡെൽറ്റക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ആരും ഇത് ചോദിക്കണില്ല. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചു, ഒരു ഡൗട്ട്, പക്ഷെ ആർക്കും ആ ഡൗട്ട് വന്നില്ല. എന്താ ഡൗട്ട് എന്ന് എന്നോട് തന്നെ ചോദിക്കും. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണ കണ്ടില്ലേ? ഇക്വേഷൻ 3യും 1ഉം കൊണ്ടൊന്ന് 2ലാണ് ഹരി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. 3യും 1ഉം കൊണ്ടൊന്ന് 2ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2ൽ കിടക്കണത് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്നാ, പക്ഷെ ഇവിടെ കിടക്കുന്ന ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നാ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? സെയിം ആയതുകൊണ്ട് വെച്ചാൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് എടുത്ത്? ഡെൽറ്റ യു ആയിട്ട് എടുത്ത്. അത് കണ്ടീഷൻ എന്താ പറയാ? ഡെൽറ്റ ക്യൂ. സ്റ്റാർട്ടിംഗ് കേസിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, വോളിയത്തിന് നമ്മൾ എന്താക്കി എടുത്ത്? കോൺസ്റ്റന്റ് ആക്കി വെച്ച്. അതായത് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എന്തായിട്ട് വന്ന്? ഡെൽറ്റ യു ആയിട്ട് വന്ന്. എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറയും, ഒറ്റ പ്രാവശ്യം കൂടെ ഞാൻ പറയും. എല്ലാം ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും. വെറുതെ തെറ്റിക്കരുത്. ഇത്ര എഴുതി വെച്ചു, എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ ഞാൻ ഫസ്റ്റോടെ എഴുതി ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കുക. പോണതിന് മുമ്പ് തന്നെ ഇത് എഴുതി കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാൻ പോണത്. വേഗം എഴുതി ആ റിലേഷൻ ബോക്സ് ചെയ്ത് വെച്ചോ, ബാക്കി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം.
കഴിഞ്ഞ എങ്ങനെ അവിടെ എത്തിയെന്നൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, ഓൺലൈനിലിരിക്കുന്നവര്. എഴുതി കഴിഞ്ഞ നിവേദ് കഴിയുമ്പോ പറയേ, അക്സ കഴിയുമ്പോ പറയും. കഴിഞ്ഞ ദിയ കഴിഞ്ഞ നിവേദ് കഴിയാൻ സാധ്യതയുണ്ടാ? വേഗം എഴുത്, വേഗം എഴുത്. ഞാൻ ഒന്നുകൂടെ പറയാൻ പോണ, നീ എന്തായാലും അപ്പൊ എഴുതിക്കോ. ശ്രദ്ധിച്ചോട്ടാ, ശ്രദ്ധിച്ച അല്ലെങ്കിൽ എഴുതി കാണിക്കേണ്ടി വരും. ഇപ്പൊ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് എന്താ ഡിറൈവ് ചെയ്യേണ്ട? റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് സി വി ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോണ നമ്മള് വർക്ക് ഡൺ അല്ല, മീൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ് അല്ലെ. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ആ ഡൗട്ട് നിങ്ങൾ ചോദിക്കണില്ല, അവർക്ക് ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ചോദിക്കണില്ല, അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് തുടങ്ങാം. വോളിയം ഞാൻ കോൺസ്റ്റന്റ് ആക്കാൻ പോണേ. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താ വരാ? വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ, അതായത് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എമൗണ്ട് ഓഫ് എനർജി കൊടുത്ത്, എമൗണ്ട് ഓഫ് എനർജി അത് എന്തിനു വേണ്ടി? എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്തത്? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ പ്ലസ് എക്സ്റ്റേണൽ വർക്ക്. നിങ്ങൾ ഇതൊന്നും വലുതായിട്ട് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഡെറിവേഷൻ എങ്ങനെയാ വരുന്നതെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞു പോണത്. ഫസ്റ്റ് തന്നെ വോളിയം കോൺസ്റ്റന്റ് ആക്കുക. വോളിയം കോൺസ്റ്റന്റ് ആയി എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂ എന്തായി? 0 ആയി. ബാക്കി അപ്പൊ എന്താ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എന്തായി? ഡെൽറ്റ യു ആയി. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിൽ നമുക്ക് എന്തിനാ റിലേറ്റ് ചെയ്യാം? ഇതിൽ ആരാ റിലേറ്റ് ചെയ്യാം കോൺസ്റ്റന്റ് വോളിയത്തിന്? നമ്മളിപ്പോ എടുത്ത കണ്ടീഷനിൽ വോളിയം ആണ് ഞാൻ കോൺസ്റ്റന്റ് ആക്കിയത്. വോളിയം കോൺസ്റ്റന്റ് ആക്കി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് പറയുന്ന പേരെന്താ? കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് അല്ലേ നമ്മൾ സി വി എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷനെ നമുക്ക് ആരുമായിട്ട് റിലേറ്റ് ചെയ്യാം? സി വി ആയിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പൊ സി വി ഈക്വൽ ടു 1/μ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഫോർ 1 മോൾ. ഇനി നമ്മൾ 1 മോളിന് കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? ഫോർ 1 മോൾ. എടാ ഇതൊന്ന് ഫില്ല് ചെയ്തിട്ട് വരൂ. അവിടെ ചെന്നാൽ മതി, ആരോടെങ്കിലും പറഞ്ഞാൽ. ഫോർ 1 മോൾ, 1 മോളിന്റെ കണ്ടീഷൻ എന്താ വരാ? 1 മോൾ എന്ന് പറയുമ്പോൾ എന്തായി? മ്യൂവിന്റെ വാല്യൂ എന്തായി? 1 ആയി. അപ്പൊ സി വി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഓക്കെ, അപ്പൊ സി വി ഈക്വൽ ടു എന്തായി? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ഇവിടെ കൊടുത്തേക്കണത്? അത് അപ്പൊ തന്നെ എഴുതി വെച്ചു, അപ്പൊ മാറിപ്പോകില്ല. ഡെൽറ്റ മാറിപ്പോണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓർത്താൽ മതി. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമ്മൾ സി ബിയുടെ കേസ് കഴിഞ്ഞു. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ആലോചിക്കേണ്ട എവിടെന്നാ തുടങ്ങേണ്ടത്? തുടങ്ങേണ്ട കണ്ടീഷൻ എന്താ? ഫസ്റ്റ് ലോയിൽ തുടങ്ങുക. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അവിടെ ആലോചിക്കേണ്ട കണ്ടീഷൻ എന്താ? ഇത് ഓർത്തു വെക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഫസ്റ്റ് ലോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തന്നെ വോളിയം എന്താക്കുക? കോൺസ്റ്റന്റ് ആക്കുക. വോളിയം കോൺസ്റ്റന്റ് ആയി കഴിയുമ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എന്തായി? ഡെൽറ്റ യു ആയി. ഓക്കെ, ഡെൽറ്റ യു ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് വോളിയത്തിനെ റിലേറ്റ് ചെയ്യുന്ന ഏതാ? സി പി ആണോ സി വി ആണോ എന്ന് ആലോചിക്കുക. അപ്പൊ ഏതായിരിക്കും? സി വി. അപ്പൊ സി വിയുടെ ഇക്വേഷൻ എഴുതുക. ഫോർ 1 മോളിന് കണ്ടീഷൻ എഴുതി സി വി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. അത്ര ഓക്കെ ആയ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്തതിലേക്ക് പോകും. അടുത്തതെന്ന് പറയുമ്പോൾ എന്താ പറയുക? സി പി. സി പിനെ നമുക്ക് ഇവര് തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. ആദ്യം ഞാൻ സി വി എടുത്ത് സി വി ഇവിടെ വരെ എഴുതി വെച്ചു. ഇനി അടുത്തത് സി പി. സി പിയുടെ ഇക്വേഷൻ എന്താ? 1/μ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് പി. ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് പ്രഷർ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പ്രഷറിന്റെ വാല്യൂ ഞാൻ 0 ആക്കിയിട്ടില്ല, കാരണം നമുക്ക് ഇവിടെ പ്രഷറിന്റെ വാല്യൂ ഞാൻ 0 ആക്കിയിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യാം? ഫോർ 1 മോൾ, ഫോർ 1 മോൾ സി പി ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇവിടെ നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് ഞാൻ? ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ എന്തായിട്ട് കൊടുത്ത്? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി പി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷനും കിട്ടിയ. ഇപ്പൊ എഴുതി കാണിക്കാനുള്ള ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും എടുത്ത് പറയണത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഫസ്റ്റ് ഗായത്രിക്ക് മനസ്സിലായോ? ഫസ്റ്റ് ഇക്വേഷൻ മനസ്സിലായി, സെക്കൻഡ് ഇക്വേഷൻ മനസ്സിലായല്ല? ഇവിടെ എന്താ ചെയ്തേക്കണേ നോക്കിക്കേ. ഫസ്റ്റ് തന്നെ നമ്മൾ വോളിയം കോൺസ്റ്റന്റ് ആക്കി. വോളിയം കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ പി ടേം പോയിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. ഫോർ 1 മോളിന്റെ കേസ് എന്താ വരാ? മ്യൂവിന്റെ വാല്യൂ 1 ആക്കി. സി വി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. പിന്നെ എന്താ ചെയ്ത? ഡെൽറ്റ ക്യൂവിന്റെ പ്ലേസിൽ എന്ത് കൊടുത്ത്? ഡെൽറ്റ യു കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് സി പിനെയും ചെയ്തു. ഇനി അടുത്തത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി ഇസ് ഈക്വൽ ടു,
RT. ഇനി എന്ത് ചെയ്യാ? ഡിഫറൻഷിയേറ്റ് ചെയ്യാ. P ഇൻറ്റു ഡെൽറ്റ V ബൈ ഡെൽറ്റ T, R ഇൻറ്റു ഡെൽറ്റ T ബൈ ഡെൽറ്റ T. അത് കുഴപ്പമില്ല. ഓക്കെ, P ഇൻറ്റു ഡെൽറ്റ V ബൈ ഡെൽറ്റ T ഈക്വൽ ടു ഡെൽറ്റ T ബൈ ഡെൽറ്റ T എന്തായി? 1. അപ്പൊ R. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി എന്ത് ചെയ്യാ? ഏതൊക്കെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? 3ഉം 1ഉം കൊണ്ടുവന്ന് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ? 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 and 1 in 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വന്നു? CP ഈക്വൽ ടു, ഇതിന് പകരം എന്ത് കൊടുക്കാം നമുക്ക്? ഡെൽറ്റ U ബൈ ഡെൽറ്റ ടിക്ക് പകരം എന്ത് കൊടുക്കാം? CV. ഇതിന് പകരം എന്ത് കൊടുക്കാം? പ്ലസ് R. അപ്പൊ എന്ത് വന്നു? CP മൈനസ് CV ഈക്വൽ ടു R. ഈ റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. എന്താ പറയാ? മേയേഴ്സ് റിലേഷൻ. ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ പറയണത് ഇങ്ങനെ ആയിരിക്കും, ഡിറൈവ് മേയേഴ്സ് റിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് CV. എന്തായാലും ചോദിക്കും ഈ ക്വസ്റ്റ്യൻ, വേഗം എഴുതിക്കും. അല്ല, എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലാസ്റ്റ് ആ ഇക്വേഷൻ ബോക്സ് ചെയ്തിട്ട് മേയേഴ്സ് റിലേഷൻ കൊടുത്തു. ഇതാണ് ഭേദം. ആ വന്നിട്ടാ മേയേഴ്സ് റിലേഷൻ അത് ബോക്സ് ചെയ്തിട്ട് മേയേഴ്സ് റിലേഷൻ കൊടുത്ത് CP മൈനസ് CV ഈക്വൽ ടു R. മേയേഴ്സ് റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് CV. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ. തെർമോഡൈനാമിക് പ്രോസസ്. എന്താണ്? തെർമോഡൈനാമിക് പ്രോസസ്. ഇത് എഴുതിക്കോ. ഇത് പഠിച്ചെഴുതിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തായാലും എഴുതിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. തെർമോഡൈനാമിക് പ്രോസസ് അത് നമ്മൾ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുത്തു. അത് ഈ റിലേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി, CP CV തമ്മിലുള്ള റിലേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ആറും കോൺസ്റ്റന്റ് ആണല്ലോ വാല്യൂ. പിന്നെ പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്ത്, ഇവിടത്തെ കേസിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വോളിയം കോൺസ്റ്റന്റ് ആക്കിയപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. CPയുടെ കേസിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കോൺസ്റ്റന്റ് ആക്കിയില്ല, ഇവിടെ വെച്ചിട്ടാണ് കോൺസ്റ്റന്റ് ആക്കി. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പ്രഷറും കോൺസ്റ്റന്റ് ആക്കി, ആറിന്റെ വാല്യൂ ഓൾസോ കോൺസ്റ്റന്റ്. പിന്നെ ഡെൽറ്റ V ബൈ ഡെൽറ്റ T, അതുപോലെ ഡെൽറ്റ T ബൈ ഡെൽറ്റ T, രണ്ടിനെയും റേറ്റ് എടുത്തു. ഇനി അടുത്തത് തെർമോഡൈനാമിക് പ്രോസസ്. ഓക്കെ, തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പ്രോസസ് നടക്കുമ്പോൾ, ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രോസസ് നടക്കണമെന്ന് വിചാരിക്കും. പ്രോസസ് മീൻസ് എന്തോ ആകാം. ഇപ്പൊ ചേഞ്ച് ആവാം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആവാം, എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിക്കും. ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ്, ആ ഒരു പ്രോസസ് നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുക? ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ് എന്തെങ്കിലും നടക്കണമെന്ന് വിചാരിക്കുക. സിസ്റ്റം മീൻസ് ഞാൻ പറഞ്ഞു, സിസ്റ്റം എന്ന് പറയുമ്പോൾ സോളിഡ് ആവും, ലിക്വിഡ് എന്തോ ആവാം. അപ്പൊ സിസ്റ്റത്തിൽ ഒരു പ്രോസസ് എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുക. ആ പ്രോസസ് നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക, ലിക്വിഡിനെ നമ്മൾ ബോയിൽ ചെയ്യണമെന്ന് വിചാരിക്കുക. അവിടെ ഒരു പ്രോസസ് നടന്നു. ഓക്കെ, ഇപ്പൊ അതിനെ നമ്മൾ ഗ്യാസിലേക്ക് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലിക്വിഡിനെ നമ്മൾ ലിക്വിഡിനെ നമുക്ക് ഒരു സിസ്റ്റം ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ അതിൽ നമ്മളൊരു തെർമോഡൈനാമിക് പ്രോസസ് മീൻസ് എന്തെങ്കിലും നടക്കാന്ന് വിചാരിക്കുക. അപ്പൊ ബോയിൽ ചെയ്യണമെന്ന് വിചാരിക്കുക. ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് അത് നേരത്തെ ഇരുന്ന അതേ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. ഒരു സിസ്റ്റം, ഒരു ലിക്വിഡിനെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക? ടെമ്പറേച്ചർ ചേഞ്ച് ആവും അല്ലെ, വോളിയം ചേഞ്ച് ആവും, പ്രഷർ ചേഞ്ച് ആവും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ് നടക്കുമ്പോൾ ഏതൊക്കെയായിരിക്കും, എന്തൊക്കെ വേരിയബിൾസിനായിരിക്കും മെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുക? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഇതിപ്പോ ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ എക്സാമ്പിൾ ആണെന്നേ ഉള്ളൂ.
വാട്ടർ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എഴുതിക്കോ തെർമോഡൈനാമിക് പ്രോസസ്. ഇറ്റ് ഈസ് എനി പ്രോസസ്, it is any process, it is any process in which, it is any process in which there is some change in, it is any process in which there is some change in temperature, pressure or volume. Temperature, pressure or volume of the system. It is any process in which some changes occur to temperature, pressure or volume of the system. ഇനി അപ്പൊ അതിലാണ് നമ്മള് അപ്പൊ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരിക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുക എന്ന് വിചാരിക്കുക. ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് എന്തായിരിക്കും? ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ്, ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, ഇത് പഠിച്ചിട്ടുള്ളതല്ലേ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരിക? ഐസോതെർമൽ, തെർമൽ മീൻസ് ടെമ്പറേച്ചർ. ഐസോകോറിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? വോളിയം. ഐസോബാറിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? പ്രഷർ. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയാം. അപ്പൊ ഒരു പ്രോസസ് നടക്കുമ്പോൾ, ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ് നടക്കുമ്പോൾ എന്തൊക്കെയാ ചേഞ്ച് ആവാൻ ചാൻസ് ഉള്ളത്? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. അപ്പൊ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക? ടെമ്പറേച്ചർ. ഐസോതെർമൽ പ്രോസസ്. ഐസോബാറിക് എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആവും. ഐസോകോറിക് എന്ന് പറയുമ്പോൾ എന്താ കോൺസ്റ്റന്റ് ആവുക? വോളിയം കോൺസ്റ്റന്റ്. അപ്പൊ ഫസ്റ്റ് ഐസോതെർമൽ പ്രോസസ് എഴുതിക്കോ. ഇഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം undergo physical change, in which temperature remain constant, if a thermodynamic system undergo physical change in which temperature remain constant throughout the process, temperature remain constant throughout the process is said to be isothermal process. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഐസോതെർമൽ പ്രോസസ്സിന്റെ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെ പ്രോസസ്സിലാണ്? തെർമോഡൈനാമിക് പ്രോസസ് ഞാൻ പറഞ്ഞില്ലേ, എന്ത് പ്രോസസ്സും ആകാന്നതാ. ഞാൻ പറഞ്ഞത് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഐസോതെർമൽ പ്രോസസ്, തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ? പ്രോസസ് എന്താ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇനി ചേഞ്ചസ് ടു ദ സിസ്റ്റം. എന്തിനൊക്കെ ചേഞ്ച് വരിക? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയത്തിന് ചേഞ്ച് വരുന്ന നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയാം. എന്തോ പറഞ്ഞു? ചൂടുവെള്ളം തെർമൽ ഫ്ലാസ്കിൽ വെക്കണതല്ലേ, ചൂടുവെള്ളം ബോയിൽ ചെയ്യണതിന് എന്താ എക്സാമ്പിൾ അല്ലേ? ബോയിലിംഗ് പറഞ്ഞാൽ പോലെ. ബോയിലിംഗിൽ എന്താ സംഭവിക്കുക? വെള്ളം എപ്പോഴാ ബോയിൽ ആവുന്നേ? ടെമ്പറേച്ചർ ആദ്യം തന്നെ ബോയിൽ ആകുമോ? ബോയിൽ ആവുന്ന കണ്ടീഷൻ എന്താ? ഇപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കും? അതായത് ആ ഒരു ലിക്വിഡ്, ആ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസും പെട്ടെന്ന് തന്നെ എന്താ പറയാ ബോയിൽ ആകും. വെച്ച് കഴിയുമ്പോൾ തന്നെ ഉടനെ ബോയിൽ ആകും? ഇല്ല. അത് എങ്ങനെയായിരിക്കും? ആദ്യം എങ്ങനെയായിരിക്കും? ഇനീഷ്യലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് കാണിച്ചു തന്നില്ലേ എങ്ങനെയാന്ന്? ബോയിലിംഗ് പ്രോസസ്സ് പറഞ്ഞ് കാണിച്ചു തന്നില്ലേ? ആദ്യം ടോപ്പിലുള്ള പാർട്ടിക്കിൾസ് ബോയിൽ ആവുന്നു, താഴേക്ക് വരുന്നു, അങ്ങനെ വരച്ച് കാണിച്ചു തന്നില്ലേ ഇങ്ങനെ? ഓക്കെ. ആ ഒരു സൈക്കിൾ ഞാൻ വരച്ച് കാണിച്ചില്ലേ പ്രോസസ്സിന്റെ? അപ്പൊ അതുപോലെ തന്നെ എപ്പോഴായിരിക്കും ബോയിൽ ആവുന്ന കണ്ടീഷൻ? എപ്പോഴായിരിക്കും? അതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഏത് കണ്ടീഷനിൽ വരുമ്പോഴാ? സെയിം ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണ്ടേ? എല്ലാ പാർട്ടിക്കിൾസിനും സെയിം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ, അതായത് എത്രയാ ബോയിലിംഗിന്റെ ടെമ്പറേച്ചർ? എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ എല്ലാ പാർട്ടിക്കിൾസും 100 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് വാട്ടർ എന്താവുന്നത്? ബോയിൽ ആവുന്നത്. അപ്പൊ ടെമ്പറേച്ചർ അവിടെ എന്താ? ബോയിലിംഗ് പ്രോസസ്സിൽ ടെമ്പറേച്ചർ എന്താ? എല്ലാ പാർട്ടിക്കിൾസിന്റെ ടെമ്പറേച്ചർ എന്താ? 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തണം അല്ലെ? അപ്പൊ ടോട്ടൽ 100 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോഴാണ് ബോയിലിംഗ് നടക്കുക. അപ്പൊ ടെമ്പറേച്ചർ അവിടെ എന്തായി? കോൺസ്റ്റന്റ് ആയില്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഐസോതെർമൽ പ്രോസസ്. ഇനി നേരെ തിരിച്ച് നമുക്ക് പറയാം മെൽറ്റിംഗ് നടക്കുമ്പോഴെന്താ?
സെയിം പ്രോസസ് തന്നെയല്ലേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുക, അത്ര ആലോചിച്ചാൽ മതി. ഐസോതെർമൽ മീൻസ് ടെമ്പറേച്ചർ എന്താവുക, കോൺസ്റ്റന്റ് ആവുക. എക്സാമ്പിൾ ബോയിലിംഗ് എഴുതി വെച്ചോ. എക്സാമ്പിൾ ബോയിലിംഗ്. ഐസിൽ ഫ്രീസ് ആവുമ്പോഴല്ല 0°C വരണ്ടേ. ഉടനെ മെൽറ്റ് ആവണല്ലടാ, ഫുള്ള് മെൽറ്റ് ആവുന്ന, ഒരു സെറ്റ് ആവുന്ന മെൽറ്റിംഗ് പ്രോസസ് നടക്കുന്നത് അങ്ങനെയല്ലേ. ഇനീഷ്യൽ സ്റ്റേജ്, അപ്പൊ വാട്ടർ ഫുള്ള് ബോയിൽ ആകും. ആദ്യം തന്നെ എല്ലാരും ഒരുമിച്ചല്ലല്ലോ ബോയിൽ ആണ്, ഫുൾ പെർഫെക്റ്റ്ലി ബോയിൽ ആകുമ്പോഴുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. നമുക്ക് ടോപ്പ് സർഫസ് മാത്രം മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി മെൽറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐസ് ബ്ലോക്കിനെ കംപ്ലീറ്റ്ലി ഫ്രീസ് ആകുമ്പോഴത്തേക്കുള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. മെൽറ്റ് ഫ്രീസ് ആകുമ്പോഴുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. എല്ലാം ഒരേ രീതിയിലേക്ക് വരാം. ഇനി അതിന്റെ ഇക്വേഷനും കൂടി എഴുതി വെച്ചോ. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. ഇതിൽ നോക്കിക്കഴിയുമ്പോൾ ടെമ്പറേച്ചർ എന്താ, ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ എന്താ, കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, PV കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ ഒന്ന് എടുത്ത് ബോക്സ് ചെയ്ത് വെച്ചോട്ടെ. ഐസോതെർമൽ പ്രോസസ് ചെയ്തെങ്കിൽ അപ്പൊ ഇത്ര എഴുതണേ, PV = കോൺസ്റ്റന്റ്. കുറച്ചേരം അടച്ചു വെക്കട്ടെ കേട്ടോ. ഓക്കെ, അടുത്ത എഴുതിക്കോ. അടുത്ത എഴുതിക്കോ, വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. വായിച്ചു നോക്കിയേ.
അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് പോകാനല്ല, തീരില്ല, എടുത്താൽ എഴുതി തീരില്ല. ഞാൻ പിന്നെ വേഗം മറ്റൊന്ന് എഴുതി കാണിച്ചാ. CP-C ഡെറിവേഷൻ. CP-CV എഴുതി കാണിക്കും. അവിടെ കുറച്ചുകൂടി ഉള്ള ചാപ്റ്റർ തീരും. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, അത് സിമ്പിൾ ആയിരുന്നു, തീർക്കായിരുന്നു. അടുത്ത ക്ലാസ്സിൽ ഇത്രയും പഠിച്ചിട്ട് തന്നെ ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡൺ, പിന്നെ ഹീറ്റ് എഞ്ചിൻ ഇല്ലല്ലോ. ഹീറ്റ് എഞ്ചിൻ ഉണ്ടോ? ഹീറ്റ് എഞ്ചിൻ ഇത്രയല്ലേ ഉള്ളപ്പോ. റെഫ്രിജറേറ്റർ ഉണ്ടോ? പിന്നെ ഇപ്പൊ എന്താ ഡിലീറ്റ് ആയത്? ഹീറ്റ് എഞ്ചിൻ ഓക്കെ, കുഴപ്പമില്ല. വേഗം എഴുതി കാണിച്ചേ.